നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. BJP കോൺഗ്രസ് വിമത സഖ്യത്തിൽ നിന്ന് മത്സരിച്ച മിനിമോൾക്കും LDFിലെ ബിന്ദു മനോജ് കുമാറിനും 11 വോട്ടുകൾ വീതം ലഭിച്ചു. നറുക്കെടുപ്പിലൂടെയാണ് മിനിമോൾ വൈസ് പ്രസിഡന്റായത്. കോൺഗ്രസ് വിമത സഖ്യത്തിലെ അക്ഷയ് സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ മറ്റത്തൂരിൽ കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം വീണ്ടും ഉയർന്നുവന്നു. BJP പിന്തുണയോടെയാണ് ഇവിടെ പ്രസിഡന്റും അധികാരത്തിലെത്തിയത്. നിലവിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചപ്പോഴാണ് ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തത്. അതിനുശേഷം നൂർജഹാൻ മെമ്പർ വൈസ് പ്രസിഡന്റാണ് രാജിവെച്ചത്. ആ രാജിവെച്ചപ്പോൾ ജനുവരി 6 തീയതി രാജിവെക്കുന്നു. ഇത്ര ദിവസമായിട്ടും അവർ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കില്ല. അപ്പോൾ അവർ നിലവിൽ അവർ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ സംഘടനാ തലത്തിലുള്ള ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രർക്ക് നമുക്ക് പിന്തുണ കൊടുക്കാം. കാരണം CPM കോൺഗ്രസിന് നമ്മൾ പിന്തുണ കൊടുക്കില്ല. ആ റിപ്പോർട്ട് ഏത് സർക്കാർ നടപ്പിലാക്കും? ഈ നിലവിലുള്ള സർക്കാർ നിയമിച്ചിട്ടുള്ള ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പിലാക്കാൻ തുടർന്നു വരുന്ന സർക്കാരിന് ബാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം. അവർക്ക് പുതിയ ശമ്പളം ക്രമസമാധാന പാലനത്തിന്റെയും കേസന്വേഷണങ്ങളുടെയും നിരന്തരമായ വിശ്രമമില്ലാത്ത ജോലി തിരക്കിനിടയിൽ ടൂർ പോകാൻ കമ്മീഷണർ അനുമതി കൊടുത്തതോടെ മൂന്നാറിൽ കറങ്ങിയടിച്ച് മടങ്ങിയെത്തിയതിന്റെ ത്രില്ലിലാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിലെ പോലീസുകാർ. കർത്തവ്യ നിർവഹണത്തിന്റെ തിക്കിനും തിരക്കിനുമിടയിൽ ഒരു മാനസിക ഉല്ലാസം തേടി വിനോദയാത്ര പോകാൻ അനുവാദത്തിനായി അപേക്ഷ നൽകുമ്പോൾ ആശങ്ക പോലീസുകാർക്ക് ഉണ്ടായിരുന്നു. ദൈനംദിന ഡ്യൂട്ടിയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി പല വഴികളും ആലോചിക്കുന്നതിനിടയിലാണ് നമുക്ക് സ്റ്റേഷനിൽ നിന്നൊരു യാത്ര തരപ്പെടുത്തിക്കൂടാ എന്നൊരാശയം പോലീസുകാർക്കിടയിൽ ഉണ്ടായത്. കമ്മീഷണർക്ക് അനുമതി കിട്ടാനായി അപേക്ഷ കൊടുക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ സേനാംഗങ്ങളിൽ പലർക്കും അനുമതി ലഭിക്കുമോ എന്ന സംശയവും ആശങ്കയും ഉണർന്നു. വിവരമറിഞ്ഞ കുന്നംകുളം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ് ഏറെ സന്തോഷത്തോടെ അപേക്ഷ അനുമതിക്കായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖിന് സമർപ്പിക്കുകയും സ്റ്റേഷനിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലും തടസ്സം വരാത്ത രീതിയിൽ സേനാംഗങ്ങൾക്ക് ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്കുള്ള അനുമതി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് അംഗീകരിക്കുകയും ചെയ്തു. മൂന്നാർ, മാങ്ങുളം എന്നീ സ്ഥലങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ സന്ദർശിച്ച് ആസ്വദിച്ചു വരുന്ന സ്റ്റേഷനിലെ പോലീസുകാർ ഏറെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ്. ഇതുപോലൊരു അനുഭവം ജീവിതത്തിൽ ആദ്യമാണെന്നും അതിനാൽ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു യാത്രയാണെന്നും സേനാംഗങ്ങൾ അറിയിച്ചത്. ഓരോ സേനാംഗങ്ങൾക്കും ഒരു ദിവസത്തിനുള്ളിൽ ലഭിച്ച റിഫ്രഷ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസുകൾക്കും പരിശീലനങ്ങൾക്കും നൽകാൻ കഴിയാത്ത ഒന്നായിരുന്നുവെന്ന് പലരും സന്തോഷത്തോടെ അഭിപ്രായപ്പെട്ടു. എന്തായാലും തന്റെ സഹപ്രവർത്തകരുടെ ആഗ്രഹം മാനിച്ച് ബ്യൂട്ടിഫുള്ളായ ഒരു യാത്രയ്ക്ക് പറഞ്ഞയച്ച തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്. കൊമ്പൻ ചോയ്സൻസ് ഗണപതി ചരിഞ്ഞു. മാപ്രാണത്ത് എരണ്ടക്കെട്ടിനെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ കൊമ്പൻ ചരിഞ്ഞത്. ചോയ്സൻസ് ഗണപതി മുൻപ് ഊട്ടോളി പ്രസാദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കുറ്റൂർ നെയ്തലക്കാവ് അരുൺ കൊലക്കേസ് കുറ്റക്കാരായ 2 പ്രതികൾക്കും ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുറ്റൂർ നെയ്തലക്കാവ് പൂരത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റക്കാരായ 1, 2 പ്രതികൾക്ക് 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് K കമനീഷ് ശിക്ഷ വിധിച്ചത്. കുറ്റൂർ സ്വദേശി രഞ്ജിത്ത് എന്ന അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് കാവുങ്ങൽ അക്രോ എന്ന വിപിൻ, പെരിങ്ങാട് വീട്ടിൽ മുജു എന്ന സുമേഷ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. 2010 കേസിനാസ്പദമായ സംഭവം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ രഞ്ജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കുറ്റൂർ സുധാകരൻ കൊലക്കേസിനെ തുടർന്നുണ്ടായ പല കേസിൽ അവസാനം നടന്നതാണ് അരുൺ എന്ന രഞ്ജിത്തിന്റെ കൊലപാതകം. സുധാകരന്റെ സഹോദരപുത്രനാണ് അരുൺ. വിയ്യൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ CI രാജുവാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 30 സാക്ഷികളെ വിസ്തരിച്ചു. 18 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. ശാസ്ത്രീയ തെളിവുകളും കേസിന് ബലം നൽകി. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി.
കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 15,640 രൂപയും പവന് 1,25,120 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.